സ്വാതി, ബി എസിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് എത്തും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നു. വലിയ മുദ്രാവാക്യം വിളികൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിലെ പ്രധാനം ഈ ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ എന്ന ഭൂമിക 1721 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആദ്യത്തെ ഒരു പോരാട്ടം നടന്ന ഇടമാണ്. അങ്ങനെയുള്ള ആറ്റിങ്ങലിലേക്ക് അവരുടെ പ്രിയപ്പെട്ട വി എസിനെ കാണാൻ വേണ്ടി, വി എസിന്റെ അവസാനം ഒരു നിമിഷം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് വലിയ ആൾക്കൂട്ടം ഇപ്പോഴും ഈ ആറ്റിങ്ങലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 3:20 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച വി എസിന് അതിനുശേഷം ഓരോ നിമിഷവും ആശുപത്രിയിലേക്കായിക്കോട്ടെ, അതിനുശേഷം AKG സെന്ററിലേക്കും വീട്ടിലേക്കും ഒക്കെ ഒഴുകിയെത്തിയ ആയിരങ്ങൾ, ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ, എല്ലാവർക്കും ഒരു മനുഷ്യൻ ഒരു ആൾക്കൂട്ടമായി മാറുന്ന, ഒരു മനുഷ്യൻ ജനങ്ങളുടെ മുദ്രാവാക്യമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ മണിക്കൂറുകളിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. 8 മണിക്കൂർ പിന്നിടുന്നു തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു 30 കിലോമീറ്റർ ഇപ്പോഴാണ് എത്തുന്നത്. ഇനിയുമുണ്ട് 13 കിലോമീറ്റർ ഈ കടമ്പാട്ടുകോണം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലേക്ക്. എത്ര ആളുകളാണ് ഇവിടെ ഈ വി എസിനെ ഈ രാത്രിയിലും കാണാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, അത് പ്രായഭേദമന്യേ എത്രയോ ആളുകളാണ് വി എസ് എന്ന ഒരു മഹാമനുഷ്യനെ കാണാൻ വേണ്ടി, അവസാനമായി കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. വലിയ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച്, നേരത്തെ ബില്ലിൽ പറഞ്ഞതുപോലെ കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം, എങ്ങനെയാണ് ഒരു മുദ്രാവാക്യം ഒരു മനുഷ്യൻ്റെ മേൽ ചാർത്തപ്പെടുന്നത്? കണ്ണേ കരളെ എന്ന് പറഞ്ഞാൽ പിന്നെ മലയാളിക്ക് അത് ഒറ്റ വാക്ക്, ഒരു ദ്വയാക്ഷരി മാത്രമേ ഉള്ളൂ, അത് വി എസ് എ എന്നാണ്. വി എസ് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് കണ്ണേ കരളെ എന്ന് മാറിയ എത്ര മുഹൂർത്തങ്ങൾ, മലയാളിക്ക് വേണ്ടി അദ്ദേഹം പോരാടിയ നിമിഷങ്ങൾ നമുക്കറിയാം. 83-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ വൃദ്ധനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, അതിനെതിരെ അദ്ദേഹം പാലക്കാട് നടത്തിയ പ്രസംഗമൊക്കെ ഇന്നും അതിനൊരു മറുപടി പോലും പറയാൻ കഴിയാതെ നിൽക്കുന്ന ആ നേതാവിലേക്ക് നമുക്കറിയാം. അങ്ങനെ വി എസ് എന്ന മനുഷ്യൻ മലയാളിക്ക് എന്തായിരുന്നു, എങ്ങനെയാണ് എന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാന തെളിവാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. ഈ രാത്രിയിലും എത്ര മനുഷ്യന്മാരാണ് വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി നിൽക്കുന്നത്. മലയാളിയുടെ പോരാട്ട വീര്യത്തിൻ്റെ, മലയാളിയുടെ സമരത്തിൻ്റെ പ്രതീകമാണ് വി എസ്. ആ വി എസിനെ കാത്തു നിൽക്കുകയാണ് ആറ്റിങ്ങൽ. അല്പസമയത്തിനകം വി എസിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് എത്തും. സ്വാതി. അനന്തപുരുടെ അന്ത്യാഭിവാദനം ഏറ്റുവാങ്ങി വി എസ് അച്യുതാനന്ദൻ വിട പറയുകയാണ്. സമരനായകനെ യാത്രയാക്കാൻ വിലാപയാത്ര കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് ഇരുവശവും ആൾക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാതി, ഇപ്പോൾ ബിനിൽ അല്പം മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈ വി എസ് സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടമാണ്. ഒരു പോയി വാരിയിട്ടാൽ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ആൾക്കൂട്ടം. അതായിരുന്നു വി എസിൻ്റെ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പോകുന്ന ആൾക്കൂട്ടം. അത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കാത്ത ആൾക്കൂട്ടമാണ്. ഇവിടെയും അതുതന്നെയാണ്. അവസാനമായ സഖാവിനെ, പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്കു കാണാമെന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വഴിയോരത്തെ ദേശീയപാതയുടെ ഇരുവശത്തും കാത്തു നിൽക്കുമ്പോൾ 8 മണിക്കൂറിലധികം ആവാനായല്ലേ. ബസ് ഇപ്പോഴും ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം ജനസഞ്ചയമാണ് ബസ്സിന് ചുറ്റും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം നൽകിയ ഒരു അറിയിച്ച സമയക്രമം അനുസരിച്ച് 9 മണിക്ക് ആലപ്പുഴയിലെ സ്വവസതിയിൽ എത്തിച്ചേരും. ഇന്ന് രാത്രി 9 മണിക്ക് സ്വവസതിയിൽ എത്തിച്ചേരുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം പോലും കടന്നിട്ടില്ല വിലാപയാത്ര. പക്ഷേ നേരത്തെ നമ്മളുടെ റിപ്പോർട്ടർമാരെല്ലാം സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ CPIM-ന്റെ സംഘാടനത്തിലാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. കൃത്യമായിട്ടുള്ള ഏകോപനത്തിലൂടെ തന്നെയാണ് അത് കടന്നു പോകുന്നത്. എവിടെയും നിർത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ബസ്സിലേക്ക് കയറ്റുന്നില്ല, അത്തരം കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായി തന്നെ പോകുന്നുണ്ട്. വളരെ പതുക്കെയാണ് ബസ് നീങ്ങുന്നത് എങ്കിൽ പോലും ബസ് എവിടെയും നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഈ ആൾക്കൂട്ടം, വരുന്ന ആൾക്കൂട്ടത്തെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ലല്ലോ. അത്രയധികം ആളുകളാണ് ഇപ്പോൾ ഈ വിലാപയാത്ര കേരളത്തിലെ 3 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ. പക്ഷേ മറ്റുള്ള ബാക്കി 14 ജില്ലകളിലെയും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ വഴിയരികിലേക്കും എത്തിച്ചേരുകയാണ്. ഇവിടെ നിന്നും കാസർഗോഡ് നിന്ന് വരെയുള്ള ആളുകൾ എത്തി എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് അവസാനമായി ഒരു നോക്ക് വി എസിനെ കാണണം, അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും കാണാൻ പാകത്തിന് വളരെ പതുക്കെയാണ് ബസ്
കടന്നു പോകുന്നത്. ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കൊല്ലമാണ്. അരുണ്യ, കൊല്ലം എന്ന് പറയുന്നത് ഒരു സമരഭൂമിയാണ്. നിരവധി സമരങ്ങൾ കണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. നിരവധി ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ കൊല്ലത്ത് ഈ കശുവണ്ടി തൊഴിലാളികളുടെയൊക്കെ സമരത്തിന് വേണ്ടി, അവരുടെ സംഘടനത്തിന് വേണ്ടിയൊക്കെ വി എസ് അച്യുതാനന്ദൻ നൽകിയ പങ്ക് എന്ന് പറയുന്നത് ഇന്നും അവിടുത്തെ തൊഴിലാളികൾ, അല്ലെങ്കിൽ അവരുടെ പിന്തലമുറക്കാർ ഇന്നും എല്ലാ കാലത്തേക്കും ഓർത്തെടുക്കാവുന്ന അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സമരങ്ങളായിരുന്നു വി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ നയിച്ചത്. അപ്പോൾ കൊല്ലം എന്ന് പറയുന്ന വി എസിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ കൊല്ലംകാരെ സംബന്ധിച്ചുള്ള വി എസ് എന്ന് പറയുന്നത് ഒരു അത്ഭുത മനുഷ്യൻ. വി എസ് എന്ന് പറയുന്ന മാജിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മണൽ വാരിയിട്ടാൽ പോലും കഴിയാത്ത തരത്തിലുള്ള ആൾക്കൂട്ടം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുകയാണ്. നേരത്തെ അല്പം ഒരു പ്രായമുള്ളൊരു ചേട്ടൻ പറഞ്ഞു 2 മണിക്കാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴും അവർ ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല എത്രയും സമയം വൈകുമെന്ന്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ജനസഞ്ചയം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തുറന്ന വാഹനമായതുകൊണ്ട് തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വി എസിനെ പുറത്തുനിന്ന് ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോലും അവിടേക്ക് എത്തുന്നു. ചെറിയ കുട്ടികൾ വരെ മുദ്രാവാക്യം വിളിക്കുന്നു. നേരത്തെ ഒരു കുട്ടി ഇല്ല മരിക്കുന്നില്ല, വി എസ് ജനങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് വളരെ ചെറിയൊരു കുട്ടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി വി എസ് ആരെയും കാണുന്നില്ല. വി എസ് ജനങ്ങളോട് നേരിട്ട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വി എസിൻ്റെ സംസാരം കേൾക്കുന്നില്ല. കുട്ടിക്ക് വി എസിനെ അങ്ങനെ അത്തരത്തിൽ കണ്ട് യാതൊരു തരത്തിലുള്ള പരിചയവുമില്ല. പക്ഷേ ആ കുട്ടി കേട്ടറിഞ്ഞ അനുഭവങ്ങൾ വെച്ച് തലമുറകളിലൂടെ കേട്ട് വളർന്നു വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് വി എസിൻ്റെ കാലത്ത് ജീവിച്ചു ഇരുന്നു എന്നത് വരും വർഷങ്ങളിൽ നമുക്ക് പറഞ്ഞ് അഭിമാനിക്കാവുന്ന കാര്യം. വി എസിൻ്റെ കാലം എന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലായും വി എസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെന്ന് നമുക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. വി എസ് മുഖ്യമന്ത്രിയായ സമയത്ത് നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അതിലേറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വി എസ്